എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരു മെഡിറ്റേഷൻ നൽകുക എന്നതാണ്. ആ മെഡിറ്റേഷൻ്റെ ഉദ്ദേശം പാഞ്ചജന്യം ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഒരു പ്രവർത്തന ശേഷി ഉണ്ടാകുന്നതിനും നല്ലൊരു ഗ്രൂപ്പ് മൈൻഡ് ഫോം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. സമാനമായ മെഡിറ്റേഷൻ ഞാൻ ഇതിനു മുൻപും പല ഗ്രൂപ്പുകൾക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ മെഡിറ്റേഷൻ നൽകുന്നത്. ഈ മെഡിറ്റേഷൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മീയ വൃക്ഷമായ ഒരു ആൽവൃക്ഷം ആണ്. അതിൻ്റെ ചുവട്ടിൽ നമ്മളെല്ലാ പ്രവർത്തകരും ശാന്തമായി ഒരു യോഗ മാറ്റിൽ ഇരിക്കുന്നതായിട്ട് വിചാരിക്കുക. ഇനി ഈ വൃക്ഷത്തിൻ്റെ താഴെ വേരുകളിലെ ബ്രഹ്മാവ്, നടുവിൽ വിഷ്ണു, അഗ്രത്തിൽ ശിവൻ എന്നാണ് സങ്കല്പം. അപ്പോൾ എല്ലാ ദേവതകളുടെയും ശക്തി സ്വരൂപമാണ് ഈ ആൽവൃക്ഷം. ഈ ആൽവൃക്ഷത്തിൻ്റെ വേരുകളിൽ നമ്മളുടെ പൂർവ്വകാല ഭാരതീയ സംസ്കാരത്തെ സങ്കല്പിക്കാം. അതേപോലെ മധ്യഭാഗത്ത് വിഷ്ണു ചൈതന്യത്തോടു കൂടി തന്നെ നമ്മളുടെ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിന് നമ്മൾ നൽകുന്ന പ്രവർത്തനങ്ങളെ, നമ്മളുടെ കൂട്ടായ പ്രവർത്തനങ്ങളെ, മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള ചൈതന്യത്തെ ഉണർത്തുന്നതിന് പാഞ്ചജന്യം അംഗങ്ങൾ എടുക്കുന്ന കൂട്ടായ പ്രവർത്തനത്തെ മഹാവിഷ്ണു ചൈതന്യവുമായി യോജിപ്പിച്ച് നമുക്ക് സങ്കല്പിക്കാം. ഇനി അഗ്രത്തിൽ കാണുന്ന ശിവചൈതന്യത്തോടൊപ്പം നമ്മളുടെ പ്രവർത്തനം കൊണ്ട് വരും തലമുറകളിലേക്ക് പകരുന്ന ആത്മീയമായിട്ടുള്ള ആ ശക്തിയെ നമുക്ക് സങ്കല്പിക്കാം. ഇനി ഈ വൃക്ഷത്തിന് ചുറ്റുമായിട്ട് നമുക്ക് ശക്തി പകരാൻ വേണ്ടി സപ്തഗ്രഹങ്ങളും സന്നിഹിതരാണ് എന്ന് സങ്കല്പിക്കുക. സൂര്യൻ തുടങ്ങി ശനി വരെയുള്ള സപ്തഗ്രഹങ്ങളും അതുപോലെ നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി, നമ്മളിൽ നിന്ന് അതിനെ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രാഹുകേതുക്കളുടെ സങ്കല്പരൂപമായ നാഗങ്ങളെയും അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്വർണ്ണവർണ്ണത്തിലുള്ള തിളങ്ങുന്ന ഒരു ആത്മീയ വൃക്ഷത്തെ നമ്മൾ ഭാരതത്തിൻ്റെ മണ്ണിൽ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ഇനി ഈ മരത്തിന് ചുറ്റും നമ്മൾ കണ്ണടച്ച് ശാന്തരായിരുന്നു കൊണ്ട് നമ്മളുടെ ശക്തിയെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നവഗ്രഹ മന്ത്രങ്ങളാണ് ജപിക്കുന്നത്. അതിൽ ഓരോ മന്ത്രവും ജപിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെയും വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്ത് നമ്മളുടെ ഉള്ളിലേക്ക് ശക്തി കൊണ്ടുവരികയും നമ്മളിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പുറത്തേക്ക് വഹിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് വിചാരിക്കാം. ഇനി ഈ മന്ത്രത്തിൻ്റെ ഓരോ മന്ത്രത്തിനും അതിൻ്റേതായ ഗ്രഹ ചൈതന്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഈശ്വര സങ്കല്പങ്ങളുമുണ്ട്. ആ ഈശ്വര സങ്കല്പങ്ങളെ വിചാരിക്കുമ്പോൾ നമുക്ക് ഒരു കൂടുതലായിട്ട് ആ ശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ മെഡിറ്റേഷനിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ മന്ത്രം സൂര്യനോടാണ്. ഓം ഹ്രോം ഹ്രീം ഹ്രോം സഹ സൂര്യായ നമഃ. സൂര്യഭഗവാനെ, ഞങ്ങൾക്ക് ആത്മശക്തിയും കർമ്മശേഷിയും തന്ന് ഞങ്ങളെ ശക്തരാക്കണമേ. ഓം ശ്രോം ശ്രീം ശ്രം സഹ ചന്ദ്രമസേ നമഃ. ചന്ദ്രഭഗവാനെ, ഞങ്ങൾക്ക് അപാരമായ മനഃശക്തിയും ശാന്തതയും നൽകി അനുഗ്രഹിക്കണമേ. ഓം ക്രാം ക്രീം ക്രൗം സഹ കുജായ നമഃ. കുജ ഭഗവാന്റെ ശക്തി രൂപങ്ങളായിട്ടുള്ള
കാളീദേവി, മുരുക ഭഗവാനെ, ഞങ്ങളുടെ രക്തത്തിന് ബലവും ധൈര്യവും പോരാട്ടശക്തിയും തന്ന് ഞങ്ങളെ ശക്തരാക്കണമേ. ഓം ബ്രാം ബ്രീം ബ്രാം സഹ ബുദ്ധായ നമഃ. ബുധഗ്രഹത്തിൻ്റെ പ്രകാശരശ്മികളുടെ ദൃശ്യരൂപമായ സരസ്വതി ദേവി ഞങ്ങൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ. ഓം ഗ്രോം ഗ്രീം ഗ്രോം സഹ ഗുരുവേ നമഃ. വ്യാഴഗ്രഹത്തിൻ്റെ പ്രകാശങ്ങളുടെ സമ്മേളന രൂപമായ മഹാവിഷ്ണു ഭഗവാനെ ഞങ്ങൾക്ക് സമചിത്തതയും എല്ലാ ആന്തരിക അവയവങ്ങൾക്ക് മികച്ച ആരോഗ്യവും നൽകി ശക്തരാക്കണമേ. ഓം ദ്രോം ദ്രീം ദ്രോം സഹ ശുക്രായ നമഃ. ശുക്രഭഗവാന്റെ പ്രകാശരശ്മികളുടെ ചൈതന്യരൂപമായ മഹാലക്ഷ്മി ദേവി ഞങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും അസ്ഥിബലവും പേശിബലവും നൽകി ഞങ്ങളെ ശക്തരാക്കണമേ. ഓം പ്രാം പ്രീം പ്രാം സഹ ശനീശ്വരായ നമഃ. ശനീശ്വരൻ്റെ ശക്തിരൂപങ്ങളായ ധർമ്മശാസ്താവേ, അയ്യപ്പസ്വാമി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിലെ 72,000 നാഡികളെയും ശക്തിപ്പെടുത്തി ശരീരത്തിലെ ഊർജ്ജസഞ്ചാരത്തെ സുഗമമാക്കി ഞങ്ങളെ ശക്തരാക്കണമേ. ഇനി നെഗറ്റീവ് ശക്തികളെ നമ്മളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളാണ്. ഓം ഭ്രാം ഭ്രീം ഭ്രാം സഹ രാഘവേ നമഃ. രാഹു ഭഗവാനെ ഞങ്ങളിൽ വർദ്ധിച്ച കാമക്രോധ മോഹലോഭ വിചാരങ്ങളെ എല്ലാം ഞങ്ങൾ നാഗങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ശക്തരാക്കണമേ. രാഹുദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ദുർഗാദേവി ഞങ്ങളിലെ രാഹുദോഷത്തെ മാറ്റി ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു മനസ്സും കർമ്മശേഷിയും നൽകി അനുഗ്രഹിക്കണമേ. ഓം സോം ശ്രീം ശ്രോം സഹ കേതുവേ നമഃ. കേതു ഭഗവാനെ ഞങ്ങളിൽ വർദ്ധിച്ച ആസക്തികളെ ഞങ്ങൾ നാഗങ്ങളിൽ നിക്ഷേപിച്ച് അതിൽ പാലും മഞ്ഞപ്പൊടിയും കൊണ്ട് അതിൽ അഭിഷേകം നടത്തി ആ നെഗറ്റീവായിട്ടുള്ള ശക്തികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കേതു ഭഗവാന്റെ ചൈതന്യ രൂപമായ മഹാഗണപതി ഭഗവാനെ ഞങ്ങളുടെ മുൻപിലുള്ള സകല വിഘ്നങ്ങളെയും മാറ്റി ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഊർജ്ജസ്വലത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓം പിതൃഭ്യോ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഞങ്ങളുടെ സകല ഗുരുക്കന്മാരും ഞങ്ങളുടെ പിതൃക്കളും ഞങ്ങളുടെ ഈ നല്ല കൂട്ടായ്മയിൽ ഞങ്ങളുടെ പ്രയത്നത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിലുള്ള ആശങ്കകളും ഞങ്ങളുടെ നിരാശകളും അല്ലെങ്കിൽ ഞങ്ങളുടെ സകല വൈഷമ്യങ്ങളും ഞങ്ങളുടെ ഭയങ്ങളും എല്ലാം നീക്കി ഞങ്ങൾക്ക് ശക്തമായ ഒരു മാനസികാവസ്ഥയും ധൈര്യവും തന്ന് ഞങ്ങളുടെ ഈ കർമ്മപാതയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നന്മയിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ ഈ പദ്ധതിക്ക് വേണ്ടുന്ന എല്ലാ വിജയങ്ങളും നൽകി
ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ചൈതന്യ രൂപമായി നിങ്ങളുടെ എല്ലാം അനുഗ്രഹം പ്രകാശരൂപത്തിൽ ഞങ്ങളെ പിന്തുടരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി കുറച്ച് സമയം എല്ലാവരും കണ്ണടച്ചിരുന്നു കൊണ്ട് തന്നെ ഈ മന്ത്രങ്ങളെല്ലാം ഈ ആൽമരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രതിധ്വനിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ മന്ത്രണങ്ങൾ ഭാരതം മുഴുവനും വ്യാപിക്കുന്നതായിട്ടും അത് സകല പാഞ്ചജന്യം ഗ്രൂപ്പിലെ ആളുകളിലും ശക്തരായിട്ട് തുടിക്കുന്നതായിട്ടും നമ്മൾ സങ്കല്പിക്കുക. അതേപോലെ സന്മനസ്സുള്ള സന്മാർഗികതയിൽ സഞ്ചരിക്കുന്ന സകല മനുഷ്യരുടെയും മനസ്സിനെ അത് ശാക്തീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മളുടെ ഈ കൂട്ടായ പ്രയത്നം, നമ്മളുടെ ഈ മെഡിറ്റേഷൻ സകല ഭാരതീയരായിട്ടുള്ള ആളുകളുടെയും മനസ്സിനെ ശുദ്ധീകരിച്ച് ശാക്തീകരിച്ച് അവരെ നന്മയുടെ പാതയിലേക്ക് നയിക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. നമ്മളോടൊപ്പം ഈ പ്രാർത്ഥനകളിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശക്തി കൂടി എല്ലാ ജനങ്ങളിലേക്കും വ്യാപിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. സകല ഈശ്വരീയ സങ്കല്പങ്ങളുടെയും ശക്തി മനുഷ്യരുടെ ഹൃദയത്തിലെത്തുകയും അവിടെ ശുദ്ധീകരണം നടത്തുകയും ചെയ്യുന്നതായി സങ്കല്പിക്കുക. ലോകം മുഴുവനും ഭാരതത്തിൻ്റെ ആത്മീയ സന്ദേശം കൊണ്ട് നല്ല സമാധാനവും ശാന്തിയും കൈവരുന്നതായി സങ്കല്പിക്കുക. കുറച്ച് നേരം മനസ്സ് സ്വസ്ഥമാകുന്നത് വരെ, വൈബ്രേഷൻസ് ശാന്തമാകുന്നത് വരെ ഇതേ മെഡിറ്റേഷനിൽ തുടരാം. അത് കഴിഞ്ഞാൽ കണ്ണ് തുറന്ന് നമ്മളുടെ നിത്യവൃത്തികളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഈ മെഡിറ്റേഷൻ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. യാത്രയ്ക്കിടയിലോ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടോ നമ്മുടെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് വരുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾക്ക് സൗകര്യമായ ഏതൊരു സമയത്തും നമ്മളുടെ മനസ്സിൽ ഈ ആൽവൃക്ഷത്തെ സങ്കല്പിക്കുകയും ഈ മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എല്ലാ വിജയങ്ങളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.